ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക? എന്നിട്ട് എന്ന് തുടങ്ങിയ പരിപാടി ഇതൊക്കെ? ശരിക്കും പറഞ്ഞാൽ അവള് UKG പഠിക്കുമ്പോൾ ഞാൻ അവളെ നോട്ടായിട്ടതാ. UKG കേട്ടോ? ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട്. UKGയിലെ പ്രണയം. ഒന്ന് പോ സഞ്ജു. ഇഷ്ടാന്ന് ഞാൻ സമ്മതിച്ചതേ 7ാം ക്ലാസ്സിലാ. 7ാം ക്ലാസ് അത്ര മോശമല്ല. എനിക്ക് മനസ്സിലാവാത്തതേ, ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന്. അല്ല, സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല. ബാക്കി പറ. പറഞ്ഞു. അവള് ഈ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവുമായിരുന്നു. ബാംഗ്ലൂർ പോയാ പിന്നെ US എംബസിയിൽ തനിച്ചു പോവാന്ന് പറഞ്ഞ ചേട്ടനെ ഒഴിവാക്കിയത് സഞ്ജുവിന്റെ കൂടെ പോകാനായിരുന്നു. അതെ, ഞാനിതൊക്കെ ചോദിച്ചറിയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. നിങ്ങളൊരു ആവേശത്തിനെടുത്ത് ചാടിയ പ്രണയമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലടേ, ഞങ്ങൾ ഭയങ്കര സിൻസിയറാണ്. അതെ ചേട്ടാ, ഞങ്ങൾ വളരെ ആലോചിച്ചെടുത്ത അതെ തീരുമാനം. അതെ. എന്നാ ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. കഴിച്ചോ? ഉറങ്ങിയായിരുന്നോ അമ്മേ? ഇല്ല. അവള് പറഞ്ഞല്ലോ അല്ലേ, ഞാൻ സഞ്ജുവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ചയായിരുന്നു. നിഷിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ? ആ, എത്തും. അച്ഛാ, ഇനി നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ? അച്ഛൻ്റെ സുഹൃത്തിനെ മറ്റോ? വേണ്ട. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. സംഗതി ഏറ്റു. അവനെന്തായാലും നോർമലായല്ലോ. നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ല, എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നീ പറഞ്ഞപ്പോഴേക്കും അങ്ങ് ശരിയായി. എങ്ങനെയാ നമുക്ക് കല്യാണത്തിന് ഡേറ്റ് എടുക്കണ്ടേ? ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോൾ നമുക്ക് നടത്താം. അങ്ങനെ ആവട്ടെ. അങ്ങനെയാണോ? അപ്പൊ 1 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ചെറുതായിട്ട് അങ്ങ് നടത്തി വെച്ചാലോ? അത് പിന്നെ UKG മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ. ഇനി എങ്ങനെ കാത്തിരിക്കാം? അങ്ങളെ, ഇവ എൻ്റെ കൂട്ടുകാരനായതുപോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേടാ. ഇവള് +2 ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവുമായിരുന്നു. എന്നിട്ട് അവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. അല്ലമ്മ, ഇവൾക്കന്ന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അല്ല, പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ. അങ്ങളെ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ. ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ? മാന്യതയുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കൂ? ഇല്ല. അല്ല, ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, അച്ഛൻ്റെ അമ്മയുടെ. ഇതെന്താ വിളിച്ചു വരുത്തി അവമാനിക്കണം? എന്നാൽ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം. അത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത്. അങ്ങളെ, ഇവളൊരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോൻ അകത്താ. അതറിയോ? ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും. അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ 10 പൈസ ഇല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല. ഏത് തോന്നിയ പറയരുത്. അങ്ങനെ ആരാന്റെ കാശ് കൊണ്ട് ജീവിക്കേണ്ട ഗതികളൊന്നും എന്റെ മോനില്ല. ഇറങ്ങി വാടങ്ങോട്ട്. കല്യാണം ഉണ്ടാക്കാൻ വന്നത്. അച്ഛാ നിക്ക്, ഞാൻ പോരാ. സഞ്ജു, നിഷിമ, സഞ്ജു ഇല്ലാതെ എപ്പോൾ വേണമെന്ന് നിനക്ക് ഇവിടെ താമസിക്കാം. ഇല്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് ഇറങ്ങണം. അപ്പൊ ഇതായിരുന്നല്ലേ ചേട്ടന്റെ ഉദ്ദേശം? നിഷിമ, നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കണ്ട. അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ചേട്ടന്റെ കളി എന്തിനു വേണ്ടിയിട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഈ ഫ്ലാറ്റും കാറും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ.
അതിനെന്താ തെളിവ്? തെളിവുണ്ടാക്കാൻ എനിക്ക് അറിയാൻ വളഞ്ഞിട്ടല്ല, എനിക്കിതൊന്നും വേണ്ട. എന്താ ചേട്ടാ ഇങ്ങനെ? എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ, ഞാൻ തന്നെത്താൻ അധ്വാനിച്ചോളാം. അങ്ങനെ തന്നെയല്ലേ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും. പരമ കഷ്ടം. മോളെ ഞാനൊരു മനുഷ്യനാണോടോ? പെൺകുട്ടികളെ ഇറക്കി വിടാൻ അത്ര പാടൊന്നുമില്ല അച്ഛാ. അവർ നന്നായിട്ട് ജീവിച്ചോ. ഇനി ഇവിടുന്ന് നിഷിമയെ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത്. അത് നമ്മുടെ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും. അങ്ങനെ ഒരു മോളില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി. യു ക്യാൻ. അച്ഛൻ്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ? മോളാണ്, നീ സംസാരിക്കും. ഞാൻ മരുന്ന് നോക്കട്ടെ. മോളെ. അമ്മേ, അവിടെ എന്താ നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ സമ്മതത്തോടുകൂടിയാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇപ്പം എവിടെയാ? ഞാൻ സഞ്ജുവിൻ്റെ കൂടെ ഉണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ച് ചടങ്ങിനൊരു താലി കെട്ടാൻ തീരുമാനിച്ചു. അച്ഛനമ്മ വരുമോ? ഞാൻ അച്ഛൻ്റെ കൈ കൊടുക്കും. നീ പോയി നോക്ക മോളെ. അച്ഛാ, തിങ്കളാഴ്ച ചടങ്ങ്. മോളെ, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. സഞ്ജു എന്നെ പൊന്നുപോലെ നോക്കിക്കോളും. മോള് വിഷമിക്കണ്ട, അച്ഛൻ വിളിച്ചോളാം. അച്ഛാ, അമ്മ. അച്ഛാ, ചേട്ടൻ എന്തിനാ നിങ്ങൾ ഇത്ര പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നുമില്ല. അച്ഛൻ്റെ ധൈര്യമൊക്കെ ഇത് എവിടെയാ ചോർന്നു പോയേ? ഞങ്ങളറിയാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഓള് സന്തോഷത്തോടെ പോയിട്ട് വാ. അമ്മ, അമ്മ, അതൊക്കെ വിട്. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഉണ്ടല്ലോ, നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സഞ്ജുവിനെ വിടാം. കരയില്ലേ, കരയില്ലേ? അമ്മേ, ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ? റോഡിൽ വെച്ച് നടന്ന നാടകത്തെക്കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു. അമ്മേ, ഇന്ന് ഏട്ടൻ്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ? ഇതുവരെ മറന്നിട്ടില്ല. ഇനി മറക്കുമെന്നും തോന്നില്ല.
എന്നാ പിന്നെന്താ ഇതൊക്കെ? ഇന്ന് മുതൽ ഏട്ടൻ്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും വ്രതം അനുഷ്ഠിക്കും. വെള്ളം മാത്രം ഉപയോഗിക്കാം, സപ്ലിമെൻസും. തുടക്കത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ. സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ. ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം. അമ്മേ, അറിയാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അച്ഛന് വെള്ളം കൊടുക്കമ്മേ. അമ്മേ, ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ട.